ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗോവ വെറും 2000 രൂപയ്ക്ക് ഒരു ദിവസം കൊണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ പ്ലാൻ പറഞ്ഞു തരട്ടെ. ഞങ്ങളുടെ ബഡ്ജറ്റ് ഗോവ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. അങ്ങനെ ശനിയാഴ്ച രാത്രി 11 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. മഡ്ഗോണിലേക്ക് ടിക്കറ്റ് എടുത്തു. 255 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് വരുന്നത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾക്ക് 510 രൂപ. അങ്ങനെ ട്രെയിൻ കയറി ഞായറാഴ്ച പുലർച്ചെ 5 മണിയോട് കൂടി ഞങ്ങൾ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി നേരെ 450 രൂപയ്ക്ക് ബൈക്ക് റെന്റിനെടുത്ത് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് അതിരാവിലെയുള്ള കോടമഞ്ഞും തണുപ്പെല്ലാം ആസ്വദിച്ച് നേത്രാവലി ഫോറസ്റ്റിന്റെ മനോഹരമായിട്ടുള്ള പ്രഭാത കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ഡ്രൈവ് ചെയ്ത് ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള അഗോണ്ട ബീച്ചിലെത്തി. അവിടെ നിന്നും സൗത്ത് ഗോവയിലെ അതിമനോഹരമായിട്ടുള്ള എന്നാൽ അധികം തിരക്കില്ലാത്ത ബീച്ചുകളായിട്ടുള്ള ബട്ടർഫ്ലൈ ബീച്ചും കാക്കോലം ബീച്ചും കണ്ട് നേരെ ഞങ്ങൾ കബോഡരാമ ബീച്ചിലെത്തി. വെള്ള നിറത്തിലുള്ള മണൽത്തരികളിലേക്ക് നല്ല നീല നിറത്തിലുള്ള വെള്ളം തിരമാലകളായിട്ട് അടിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഈ ബീച്ചായിരുന്നു ഞങ്ങളുടെ ഫേവറേറ്റ് ബീച്ച്. താഴേക്ക് ഇറങ്ങി നല്ല ക്ലിയർ ആയിട്ടുള്ള ഈ വെള്ളത്തില് കുളിക്കാനൊക്കെ സൗകര്യമുള്ള ഈ ബീച്ചില് ഞങ്ങൾ ഇറങ്ങി കുളിച്ച് കുറച്ചു നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്നും 60 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള പഞ്ചിമിലെത്തി. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഫ്രഞ്ച് ആർക്കിടെക്ചറിൽ നിർമ്മിച്ച നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് കോട്ടേജുകളും കഫേകളൊക്കെ കണ്ട് അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ തിരിച്ച് മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇത്രയും സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ഞങ്ങൾക്കായത് 500 രൂപന്റെ ഫ്യൂലാണ്. ബാക്കി വരുന്ന 540 രൂപ ഞങ്ങൾക്ക് വരുന്ന എൻട്രി ടിക്കറ്റും ഫുഡും സ്നാക്സും പാർക്കിംഗ് ഫീസിനുമായിട്ടാണ് ചെലവാക്കിയത്. ക്രൗഡഡ് ആയിട്ടുള്ള ബീച്ചും പബ്ബും റെസ്റ്റോറന്റും കഫേകളൊന്നും അല്ലാതെ നിങ്ങൾ സൗത്ത് ഗോവ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ഇതുപോലെ പ്ലാൻ ചെയ്യുക.